ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ മിറാക്കൽ ഗാർഡനിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചു. ബിക്കോസ് ഈ വർഷത്തെ അവരുടെ മിറാക്കൽ ഗാർഡൻ സീസൺ കഴിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്താണ് പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hour ജേർണി ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ചൂട് സീസണാണ്, അപ്പോൾ എന്നാലും നമ്മളൊന്ന് പോയി കണ്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ യാത്ര തുടങ്ങി. നമ്മളവിടെ എത്താറായി. അപ്പോൾ ഞങ്ങളവിടെ എത്തി. നമ്മൾ ഗേറ്റ് 3 കൂടെ നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ എല്ലാ സ്ഥലത്തും കറങ്ങി നടന്നു. അവിടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും നല്ല ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം വെള്ളത്തിലുള്ള കുറേ പൂക്കളും കാര്യങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ നടന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ പൂക്കളിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അതുകൂടാണ്ട് ഏറ്റവും ഭംഗിയായത് അവിടുത്തെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ആ പൂക്കൾ കൊണ്ട് അവർ ആ ഒരു ഡെക്കറേഷൻ നല്ല ഒരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അതിനുശേഷം ഞങ്ങൾ നടന്നു നീങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു പിസ്സ ഒക്കെ കഴിച്ചു. കുറച്ച് നേരം എൻജോയ് ചെയ്ത് അവിടുത്തെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സീസൺ ചൂടായതുകൊണ്ട് അങ്ങനെ തിരക്ക് കാര്യങ്ങൾ കുറവാണ്. അവിടെ ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടംമാതിരി പ്ലേസ് ഓൾറെഡി ഉണ്ട്. എന്ന് വെച്ചാൽ ഒട്ടും റഷ് ഇല്ല. അപ്പോൾ നമുക്ക് കുറേ നേരം പോസ് ചെയ്ത് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ ഭയങ്കര ഫ്രീ ആണ്. ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് അതൊരു പ്ലസ് അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. കാര്യം നമുക്ക് ഇച്ചിരി വെയിലും കാര്യങ്ങളും സണ്ണ് അതിൻ്റേതായ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ആൾക്കാർ അത്രയും കുറവാണ്, പക്ഷേ ഫ്ലവേഴ്സ് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമ്മൾ നടന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു നമ്മൾ. പിന്നെ ഫോട്ടോസ് എടുത്ത് കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് എലിഫൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട്. പിന്നെ അവൻ ഈ കറങ്ങണ ഡോളിനെ കണ്ടു. അത് കണ്ടിട്ട് അവൻ ചിരിച്ച് അതിൻ്റെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. ആ ഫ്ലവേഴ്സിൻ്റെ കൂടെ ഈ ഡോള് കറങ്ങുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. അത് അതിൻ്റെ സെൻട്രലായിട്ട് 2 സൈഡിൽ ഇങ്ങനെ ഡോളൊക്കെ വെച്ച് നല്ല ഭംഗിയിലാണ് അവരത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നും. അതുപോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ നിയർ പാർക്കിങ് നമുക്ക് ഇപ്പോൾ അവർ ഫ്രീ അല്ല തരുന്നത്. നമുക്ക് RTOയുടെ പാർക്കിങ് ഇടേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിടാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇതിന് സിറ്റുവേഷനിൽ 2 hours 3 hours ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്ത് തീർക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം കറങ്ങി നടന്ന് കണ്ടു. അതിനകത്ത് ഏറ്റവും ഭംഗിയായത് ഞങ്ങൾ ഈ ഡോളിൻ്റെ ഈ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തതായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഓരോ റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമ്മൾ കണ്ടു, അതൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ അതുകൂടാണ്ട് അവിടെ ലവ് ഹാർട്ടിൻ്റെ ഉള്ള ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയാണ് ശരിക്കും കാണാനായിട്ട്. അവിടെ നിന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഒരു ചെറിയ ഒരു ലേക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം നമുക്ക് ശരിക്കും. പിന്നെ അതുകൂടാണ്ട് കുറേ ലവ് ഹാർട്ടും പെൻഗ്വിൻ അതുപോലെ കുറേ അവർ കാര്യങ്ങളെല്ലാം അവിടെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമ്മുടെ മോന് ഇഷ്ടമായത് അവനെ തന്നെ ലവ് ഹാർട്ടിൻ്റെ അവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നതാണ്. അതുകൂടാണ് അവനെ എമിറേറ്റ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമായി. അവനതൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ നടന്നു. അവന് ഇങ്ങോട്ട് വരാൻ അവന് ഇഷ്ടമായില്ല ലാസ്റ്റ്. പിന്നെ നമ്മൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവരായിരുന്നു അവന്. പിന്നെ അവൻ അവിടേക്ക് ഇരുത്ത് ഐസ്ക്രീമിൻ്റെ പോലത്തെ ഒരു ചെയറൊക്കെ ഉണ്ട്. അവിടേക്ക് ഇരുന്ന് നമുക്ക് ഐസ്ക്രീമും പോപ്കോണൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഞങ്ങൾ അതുപോലെ നടന്ന് ഫ്ലവേഴ്സെല്ലാം നമ്മൾ കണ്ട് അങ്ങനെ നടന്നു. പിന്നെ അവിടുത്തെ പൂക്കളൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് നല്ല പ്രത്യേക ഭംഗിയാണ്. ഫ്ലവേഴ്സൊക്കെ ഇപ്പോഴും കരിയാണ്ട് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് സൺഫ്ലവേഴ്സാണ്. അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഒരു സെക്ഷനിൽ ഫുള്ളും സൺഫ്ലവേഴ്സാണ് ഇരിക്കുന്നത്. പിന്നെ ക്ലോക്കിൻ്റെ മാതൃകയിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ പീക്കോക്കിൻ്റെ ഫ്ലവേഴ്സ് അതിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ ട്രീകൾ അവർ സെറ്റ് ചെയ്തേക്കുന്ന രീതിയാണ് നമുക്ക് ഏറെ അധികം ഇഷ്ടപ്പെടുക.
എന്നുവെച്ചാൽ ഓരോ ഏരിയയിലും ഓരോ ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് അവർ വെച്ചേക്കുന്നത്. അത് കണ്ടാലും നമുക്ക് എത്രമാത്രം ഈ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുക. പിന്നെ ഓരോ ആർച്ച് രീതിയിൽ അവർ ഓരോ സ്ഥലങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ വിശ്രമിക്കാം. ഇതാണ് ഈ വർഷത്തെ മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.